അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ഡേക്ക്. എന്തുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നില്ലേ? ഇപ്പം ഞാനും വീട് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നത് കേട്ടോ. ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നേ. അപ്പോൾ രാവിലെ കല്യാണത്തിനൊക്കെ പോയി നല്ല അടിപൊളി മട്ടൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഒക്കെ കഴിച്ചു. കുറേ ഐസ്ക്രീം കുടിച്ചു കേട്ടോ. ഒന്നൊരു 4-5 ഐസ്ക്രീം ഒക്കെ കുടിച്ചു. ഒരു ചായയും പഴംപൊരിയും ഒക്കെ ആയിട്ട് വയറൊക്കെ നല്ല ഫില്ലായി, മനസ്സും ഫില്ലായിട്ടാണ് തിരിച്ചു വന്നത്. 2-3 മണി 2:30 മണി കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയപ്പോൾ. അപ്പം ഞാൻ വിചാരിച്ചു കയ്യോടെ തന്നെ ഒരു വീഡിയോ കൂടി എടുക്കാൻ, ഡ്രസ്സ് മാറ്റാമെന്ന് വയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. വീണ്ടും നമ്മൾ മേക്കപ്പ് ഇട്ടുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഡ്രസ്സ്, എനിക്ക് ചേരുന്നുണ്ടോ എന്നൊക്കെ പറയും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ മൊത്തത്തിലൊന്ന് കാണിച്ചു തരാവേ. ഇതാണ് ഫുള്ള്. അടിഭാഗത്തും ഇതുപോലെ ലേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ ചുരിദാറല്ല, അനിയൻ്റെ വൈഫിൻ്റെ ആണ് കേട്ടോ. ഷൈബയുടെ ഡ്രസ്സാണ്. അപ്പോൾ ആളുടെ പുതിയ ചുരിദാറാണ്. പെരുന്നാളിൻ്റെ അടുത്താണ്. ആൾ ഇതുവരെ ഇട്ടിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഇന്നലെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നാണ്. ഞാൻ വിളിച്ചു ആദ്യത്തെ ഉദ്ഘാടനം ഞാൻ തന്നെ ചെയ്യാമെന്ന്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ കളറും. എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് പറയും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി കാര്യത്തിലോട്ട് വരാം. എൻ്റെ പുറകിൽ കാണുന്ന ഒരു കുട്ടി സ്പേസ്, ഒരു ത്രികോണ ഹൃതിയിൽ സ്റ്റെയർ കേസിൻ്റെ അടിഭാഗത്തായിട്ടൊരു കുഞ്ഞു സ്പേസ് ഉണ്ട്. അപ്പം നമ്മൾ കുറേ സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ എന്താ പറയുക, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ മേക്ക് ഓവർ പരിപാടി നടത്തി വരുവാണല്ലോ. നമ്മൾ ഡൈനിങ് ഏരിയയിൽ പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കി ഒരു മൊത്തത്തിലൊരു ബ്ലൂ മയോ ആക്കിയിട്ടുണ്ട്. അതുപോലെ കിച്ചണും ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കി. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അടിപൊളിയായിട്ടൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗമൊന്നും ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്, എന്തോ ഒരു ഭംഗിക്കുറവ്. അപ്പം ഞാൻ വിചാരിച്ചു അവിടെയും കൂടെ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണമെന്ന് കുറേ ആയിട്ട് വിചാരിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് കുട്ടി ഓരോ ഐറ്റംസൊക്കെ ഞാൻ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്, ഷോർട്ട് വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കബോർഡ് ചെയ്ത സമയത്ത് വാഷ് ബേസിൻ്റെ ആ ഒരു ഭാഗം അത് ചെയ്യിക്കുകയാണ് ചെയ്തത്. അതായത് റെഡിമെയ്ഡ് അല്ലാണ്ട് നമ്മൾ ചെയ്യിച്ചതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തെടുക്കണം എന്ന് വിചാരിച്ചാണ്. പക്ഷേ നിർഭാഗ്യവശാലും നടന്നില്ല. അപ്പോൾ അത്രയും ഭാഗം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം വെച്ചിട്ട് ചെറിയൊരു ഗാർഡനിങ് പരിപാടി, എന്താ പറയുക, കോട്ടയാടെന്നൊന്നും പറയാൻ പറ്റത്തില്ല, വീട്ടിനകത്തൊരു കുട്ടി ഗാർഡൻ, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവിടെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു സംഭവം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സാധനം ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ച് ദിവസമായി. കാണിച്ചു തരാം. കുറച്ച് ദിവസം എന്ന് വെച്ചാൽ ഒരു 2 ആഴ്ചയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അത് വാങ്ങിയിട്ട് ഈ ഒരു മാറ്റ്, ഇത് മീഷോ എന്നാണ് ഇത് വാങ്ങിച്ചത്. കാണാനുള്ള ലുക്ക് മാത്രമേ ഇതിനുള്ളൂ. ഭയങ്കര ലോ ക്വാളിറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ സൈഡിൽ നിന്ന് ഈ ഗ്രാസ് എല്ലാം ഇങ്ങനെ ഇളകി പോരാം. അപ്പോൾ ഇത് നമുക്ക് ചവിട്ടുമെത്തായിട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഒട്ടും ക്വാളിറ്റി ഇല്ല. പെട്ടെന്ന് ഇങ്ങനെ വെറുതെ വെക്കുമ്പോൾ തന്നെ ഇളകി പോരുന്നു, സൈഡിൽ നിന്ന് ഇങ്ങനെ ഇളകി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറെ ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ വാങ്ങിച്ച സംഭവത്തിന് എനിക്കിതൊക്കെ മതി. ഇതിൻ്റെ പ്രൈസ് 169 രൂപയായിരുന്നു കേട്ടോ. 169 രൂപയ്ക്ക് ഇത് വേർത്താണോ എന്ന് ചോദിച്ചാൽ എനിക്ക് നഷ്ടമായിട്ട് തോന്നുന്നില്ല. കാരണം ഇതിന് 8 ഫീറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. 8 ഫീറ്റ് 8 ആയിരുന്നു 6 ആയിരുന്നു 6 ആയിരുന്നു, ഞാൻ ഓർക്കുന്നില്ല. ഫീറ്റ് നീളമുണ്ട്, 1.5 വിഡ്ത്തും ഉണ്ട് കേട്ടോ. അത്യാവശ്യം നീളമുള്ളതാണ്, വീതിയും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു ഇനിയുണ്ട് മൊത്തത്തിലാണ് കണ്ടോ. ഇത്രയുണ്ട് സംഭവം. ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്കിങ്ങനെ തറയിൽ ചവിട്ടി കയറുകയൊന്നും ചെയ്യരുത്, എനിക്ക് ഇത് പോവും. അങ്ങനെയൊക്കെ വെറുതെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇത് വാങ്ങിക്കാം. 169 രൂപ. പക്ഷെ പറ്റിയെന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഞാൻ മീഷോന്നൊരു സാധനം വാങ്ങിക്കുന്നത്. എപ്പോഴും നമ്മൾ ഫ്ലിപ്കാർട്ടാണ്. അപ്പോൾ ഞാൻ മീഷോന്ന് ഓർഡർ ആക്കിയപ്പോൾ 169 രൂപ കണ്ടിട്ടാണ് ഞാനത് ഓർഡർ ചെയ്തത്. സംഭവം ആ പ്രൈസിന് തന്നെ എനിക്ക് കിട്ടി. അപ്പോൾ എനിക്ക് ഒരെണ്ണം കൂടി വേണമായിരുന്നു. അതിന് രണ്ടാമത്തത് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് 200 സംതിങ് ആട്ടോ കാണിക്കുന്നത്. 169 രൂപയ്ക്ക് ഇങ്ങനെ സാധനമേ ഇല്ല, എല്ലാം 200 സംതിങ് കാണിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ആദ്യമായിട്ട് ഓർഡർ ചെയ്തപ്പോൾ എന്തെങ്കിലും ഓഫറോ കാര്യങ്ങളോ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇക്കായും ഇതുവരെ മീഷോന്നൊന്നും വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ ഇക്കായുടെ ഫോണിൽ നിന്ന് എടുത്തിട്ട് ഞാനിത് ഓർഡർ ചെയ്യാൻ നോക്കിയപ്പോൾ അപ്പോഴും 200 സംതിങ്ങാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ കുറച്ച് ഭാഗ്യമുള്ളതുകൊണ്ട് 169 രൂപയ്ക്ക് കിട്ടിയതായിരിക്കും. പക്ഷേ 200 സംതിങ് കൊടുത്തിട്ടൊന്നും ഈ ഒരു മാറ്റ് വാങ്ങിക്കരുത് കേട്ടോ. ഭയങ്കര ലോ ക്വാളിറ്റിയാണ്. കഥ പറഞ്ഞ് നീട്ടുന്നില്ല. ഞാൻ ആദ്യം വാങ്ങിച്ചു വെച്ചത് ഈ ഒരു സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പച്ച പുല്ലിൻ്റെ ആ ഒരു സംഭവം. നമ്മൾ എത്രയൊക്കെ പെയിൻ്റ് അടിച്ച് സെറ്റാക്കിയാൽ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു പച്ചപ്പ് വരുമ്പോൾ നല്ല രസമുണ്ടാവും. ബാക്കിൽ കാണുന്ന സ്റ്റാൻഡ് നമ്മൾ പൈപ്പും ഡെപ്പയും വെച്ചിട്ടുണ്ടാക്കിയതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാട്ടോ ഡിസ്ക്രിപ്ഷനിൽ. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കണേ. അപ്പം നമുക്ക് നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം.
ഇത് ഇതിൻ്റെ അടിഭാഗത്ത് വിരിക്കാൻ ഞാൻ അളവൊക്കെ എടുത്തിട്ടാണ് ചെയ്തത്. ചെറുതായിട്ട് കേട്ടോ, ഒത്തിരി വലിയ രീതിക്കൊന്നും അല്ല, കാരണം നമുക്ക് തൂക്കവും തുടക്കുകയൊക്കെ വേണ്ട. ഇത് എപ്പോഴും എടുത്ത് മാറ്റാനൊന്നും പറ്റത്തില്ല. ഒന്നാമത് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ? കണ്ട ഇതേമാതിരി പൊട്ടിപ്പോവാ അതിൻ്റെ അടിഭാഗത്തുനിന്ന്. കണ്ടോ? ഇതേപോലെ ഇളകി പോകുന്നുണ്ട്. അതുകൊണ്ട് ഇത് എടുത്ത് മാറ്റി ക്ലീൻ ചെയ്യലൊന്നും നടക്കൂല. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം. ഇത് നമ്മൾ നേരത്തെ ബാക്കിൽ വെച്ചേക്കുന്നില്ലേ, അതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു സ്റ്റാൻഡാണ്. അതിൻ്റെ അകത്ത് കുറച്ച് ചെടിയൊക്കെ ആക്കി കൊടുത്തിട്ട് കിച്ചണിൽ ഇതേപോലെ ഒരു സംഭവം വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ നമുക്ക് ഇവിടെയും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ചെടി വെച്ചേക്കുന്നത്. കണ്ടോ? അപ്പം നമുക്ക് ഇതിവിടെ വെച്ച് കൊടുക്കാം. അടുത്തതൊരു കുട്ടി ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ. ഒരു കുഞ്ഞൻ ബക്കറ്റിൻ്റെ അകത്താക്കിയിട്ട് അതും കൂടി ഇവിടെ വെച്ച് കൊടുക്കാവേ. ഇത് അത്യാവശ്യം കുറച്ചധികം കമ്പുകൾ ഒടിച്ചിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ബുഷായിട്ട് കാണുമ്പോഴാണല്ലോ ഒരു ഭംഗി ഉണ്ടാവുക. പ്ലാസ്റ്റിക്കിൻ്റെ കവറും ചുള്ളിക്കമ്പും ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു സാധനം ചെയ്തെടുത്തേക്കുന്നത്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ, ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിട്ട് എന്നാൽ നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പെയിൻറ്റിങ് ബ്ലൂ ആൻഡ് വൈറ്റ് ആണ്. അപ്പോൾ അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു സംഭവം സെറ്റ് ചെയ്തേക്കുന്നത്. ഇതുകൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലൊരു കുഞ്ഞൻ കുട്ടി സംഭവം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനെന്താ പറയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുറച്ച് കല്ലും മലയും മരവും വാട്ടർഫോളും ഒരു കുട്ടി വീടും ഒക്കെ ആയിട്ട് ഇതുപോലൊരു ക്യൂട്ടായിട്ടൊരു സംഭവം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചെയ്യുന്ന വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. ആർക്കെങ്കിലും ഇതുപോലെയൊക്കെ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ നോക്കുക. ഇതൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് പേപ്പറൊക്കെ വെച്ചാട്ടോ അത് ചെയ്തേക്കുന്നത്. വേസ്റ്റ് പേപ്പറും കുറച്ച് പെയിൻറ്റിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ചുള്ളി കമ്പുകളൊക്കെയാണേ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇതുപോലെയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതും കൂടി നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാം. ഒരു ഭംഗിക്ക് ഇരിക്കട്ടെ അല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കുഞ്ഞൻ പ്ലാന്റും കൂടി നമുക്കതിൻ്റെ മുകൾ ഭാഗത്ത് വാഷ് ബേസിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് വീട്ടിൽ നിന്ന് ഉമ്മച്ചിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്തെടുത്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണേ.